നമസ്കാരം. ഇത് രാജീവാണ്, അർത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ നിന്ന്. നിങ്ങൾക്കറിയാം, അർത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഒരു ഡെഡിക്കേറ്റഡ് കമ്പനി സെക്രട്ടറി കോച്ചിങ് സെന്ററാണ്. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തും തൃശ്ശൂരും നമുക്ക് ഓപ്പറേഷൻസ് ഉണ്ട്. CS എക്സിക്യൂട്ടീവിനും CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റിനും CS പ്രൊഫഷണലിനും ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കഴിഞ്ഞ 13 വർഷമായിട്ട് ക്ലാസ്സുകൾ കൊടുക്കുന്നു. ഇന്നത്തെ വീഡിയോ അർത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിന്റെ 2025 ഡിസംബറിലേക്കുള്ള പരീക്ഷയുടെ എക്സ്പെക്റ്റഡ് ടോപ്പിക്സുകളുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ്. ഈ വീഡിയോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏതെല്ലാം ടോപ്പിക്കുകളാണ് എക്സ്പെക്റ്റഡ് ടോപ്പിക്സ് ആയിട്ട് ഓരോ പേപ്പറിലും വരുന്നതെന്നാണ്. ആദ്യത്തെ പേപ്പർ നമ്മൾ ഈ വീഡിയോയിൽ എടുക്കുന്നത് ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്ന CS എക്സിക്യൂട്ടീവിന്റെ മോഡ്യൂൾ 1 ആദ്യത്തെ പേപ്പറാണ്. ജൂറിസ്പ്രുഡൻസ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ജൂറിസ്പ്രുഡൻസിന് ഒരിക്കലും നമുക്ക് ഇന്ന ഒരു പ്രത്യേക മെത്തേഡിൽ നമുക്ക് പഠിക്കാൻ സാധിക്കില്ല. കാരണം വിവിധ നിയമങ്ങളുടെ ഒരു ബഞ്ചാണ് ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്ന പേപ്പർ. ഉദാഹരണം, ആ ജൂറിസ്പ്രുഡൻസ് എന്ന പേപ്പർ തന്നെ ജൂറിസ്പ്രുഡൻസ്, ഇന്റർപ്രിട്ടേഷൻ ആൻഡ് ജനറൽ ലോസ് എന്നാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ JIGL ജൂറിസ്പ്രുഡൻസ് ആദ്യത്തെ 3 ചാപ്റ്റർ, അതായത് സോഴ്സസ് ഓഫ് ലോ, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, അത്രയും മതി. അതിനപ്പുറത്ത് നമ്മൾ ഇന്റർപ്രിട്ടേഷനും അഡ്മിനിസ്ട്രേറ്റീവ് ലോയും നമുക്ക് ഇന്റർപ്രിട്ടേഷൻ ആയിട്ട് കണക്കാക്കാം. അപ്പോൾ സോഴ്സസ് ഓഫ് ലോയും കോൺസ്റ്റിറ്റ്യൂഷനും ഒരു പോർഷൻ, ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സും അഡ്മിനിസ്ട്രേറ്റീവ് ലോയും രണ്ടാമത്തെ പോർഷൻ, ദെൻ ജനറൽ ലോസ് എന്ന് പറയുന്ന അങ്ങോട്ടുള്ള നിയമങ്ങളൊക്കെ ജനറൽ ലോസ് ആയിട്ടാണ്. അപ്പോൾ ഈ പേപ്പറിൽ നമ്മൾ ഈ 3 ഏരിയയ്ക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തു വേണം പഠിക്കാൻ. കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും ഈ വർഷം ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്സുമാണ് നമ്മൾ പറയുന്നത്. ഇത് എൻ്റെ 13 കൊല്ലത്തെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന ടോപ്പിക്കുകളാണ്. ഇതേ ടോപ്പിക്കുകളാണ് വരിക എന്ന് യാതൊരു ഉറപ്പുമില്ല. പിന്നെ ഇത് പഠിച്ചിട്ട് പരീക്ഷ എഴുതാൻ പോയാൽ പാസ്സാകണമെന്നുമില്ല. പക്ഷേ ഡെഫിനറ്റ് ആയിട്ടും എൻ്റെ 38 വർഷത്തെ എക്സ്പീരിയൻസ് 13 കൊല്ലം തുടർച്ചയായി കമ്പനി സെക്രട്ടറി കോഴ്സ് മാത്രം പഠിപ്പിച്ച് റാങ്ക് ഹോൾഡേഴ്സിനെയും കമ്പനി സെക്രട്ടറീസിനെയും ക്രിയേറ്റ് ചെയ്ത എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. സോ ലെറ്റ് us സ്റ്റാർട്ട്. ആദ്യത്തെ ചാപ്റ്റർ സോഴ്സസ് ഓഫ് ലോ ആണ്. കഴിഞ്ഞ പ്രാവശ്യം 5 മാർക്കിന് ഇത് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത് റോഷോ പൗണ്ടിന്റെ നിയമമാണ് ചോദിച്ചത്. ദ ജൂറിസ്പ്രുഡൻസ്, അതായത് റോഷോ പൗണ്ടിന്റെ തിയറിയാണ് ചോദിച്ചത്. ഇപ്രാവശ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നത് 6 മാർക്കിനാണ്. ഇതുവരെ ഈ ചാപ്റ്ററിന് ചോദ്യങ്ങൾ ചോദിക്കാത്ത ഒരു വർഷം ഉണ്ടായിട്ടില്ല. അപ്പോൾ 6 മാർക്കിന് നമ്മൾ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്നു. മെയിനായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏരിയാസ് എന്ന് പറഞ്ഞാൽ ജെറമി ബെന്തം, ഓസ്റ്റിൻ കെൽസൺ. ജെറമി ബെന്തം ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്കാണ്. പല പ്രാവശ്യം ചോദിച്ചത് കൊണ്ട് വേണ്ടെന്ന് വെക്കുമോ എന്ന് മാത്രമേ പേടിയുള്ളൂ. കാരണം അത് ഇന്നത്തെ നിയമമായി റിലവൻ്റ് ആണ്. ജെറമി ബെന്തം, ഓസ്റ്റിൻ ആൻഡ് കെൽസൺ പഠിക്കുക. സാൽമണ്ടിന്റെ തിയറി പഠിക്കുക. ദെൻ കസ്റ്റംസിന്റെ റിക്വസിറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. ആചാരങ്ങളുടെ റിക്വസിറ്റ്സ്, അതുപോലെ തന്നെ സ്റ്റെയർ ഡിസിസിസ്, റേഷ്യോ ഡിസിഡൻറ്റി, ഒബിറ്റർ ഡിക്റ്റ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക. എക്സാമ്പിളോട് കൂടി മനസ്സിലാക്കി വെക്കുക. പ്രിൻസിപ്പിൾ ഓഫ് ഇക്വിറ്റി, ജസ്റ്റിസ്, ഗുഡ് കോൺഷ്യൻസ്, ഇത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനുമായി റിലേറ്റ് ചെയ്തൊരു ടോപ്പിക് ആയതുകൊണ്ട് ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ദെൻ ജുഡീഷ്യൽ പ്രസിഡൻസും അതിൻ്റെ രൂപങ്ങളും. ഈ 6 ടോപ്പിക്കുകളാണ്, 6 ഏരിയകളാണ് നിങ്ങൾ ഇതിൽ പഠിക്കുമ്പോൾ ലാസ്റ്റ് റിവിഷനിൽ ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങൾ ജനറലായിട്ട് പഠിച്ചതിന് ശേഷം അർത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിന്റെ മാരത്തോൺ റിവിഷൻ കണ്ടതിന് ശേഷം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ടോപ്പിക്കുകളാണ് നമ്മൾ പറയുന്നത്. ജെറമി ബെന്തം, ഓസ്റ്റിൻ ആൻഡ് കെൽസൺ ഇൻ ഫസ്റ്റ് ചാപ്റ്റർ, സാൽമണ്ട് തിയറി രണ്ടാമത്തെ ടോപ്പിക്, കസ്റ്റംസ് റെക്വസിറ്റ്സ് ഓഫ് വാലിഡ് കസ്റ്റം മൂന്നാമത്തെ ടോപ്പിക്, ഡോക്ട്രിൻ ഓഫ് സ്റ്റെയർ ഡിസിസിസ്, റേഷ്യോ ഡിസിഡൻറ്റി ആൻഡ് ഒബിറ്റർ ഡിക്റ്റ അടുത്ത ഏരിയ, then equity, justice, good conscience and judicial precedent and its types. If you are moving from first chapter to the second chapter, one of the most important chapter ആണ് എക്സാം വ്യൂ പോയിന്റിൽ. കഴിഞ്ഞ പ്രാവശ്യം 15 മാർക്കിനാണ് ചോദിച്ചിരുന്നത്. അതിൽ 10 മാർക്ക് എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചത്. അതായത് വലിയൊരു പാരഗ്രാഫ് തരികയും അല്ലെങ്കിൽ 3-4 പാരഗ്രാഫ് തരികയും അതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ചെയ്തത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെയൊക്കെ ഒരു ഹാബിറ്റ് വെച്ച് വായിക്കുന്നത് ശീലമില്ലാത്ത ആൾക്കാർ, അതുകൊണ്ട് തന്നെ വലിയൊരു ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് പേടിക്കുകയും ഇത് ആൻസർ ചെയ്യണോ, എന്നെ കൊണ്ട് സാധിക്കുമോ എന്ന് തോന്നുകയും ചെയ്യും. അങ്ങനെ ഒരു പേടിക്കേണ്ടതില്ല. ഞാൻ എൻ്റെ ഇതുവരെ CS ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് പ്രൊഫഷണൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള എസ്സേ ക്വസ്റ്റ്യൻസ് വായിച്ചൊരു എക്സ്പീരിയൻസ് വെച്ച് പറയുന്നത്,
നിങ്ങൾ ആ എസ് എ ക്വസ്റ്റ്യൻ ഏത് ഏരിയയിലാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് ആദ്യത്തെ ഒരു 2-3 ലൈൻ ഒന്ന് വായിച്ചു നോക്കുക. അതിനുശേഷം ക്വസ്റ്റ്യൻസ് നേരിട്ട് വായിക്കുക. ഇൻ മോസ്റ്റ് ഓഫ് ദ സിറ്റുവേഷൻസ് എന്തായിരിക്കും, ഈ എസ് എയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടില്ല, നിങ്ങൾക്ക് അതിന്റെ ഉത്തരങ്ങൾ കിട്ടില്ല. എസ് എയിൽ നിങ്ങൾക്ക് ക്ലൂസ് മാത്രമാണ് കിട്ടുന്നത്. അപ്പോൾ ഇഫ് യു ആർ ഡയറക്ട്ലി ഗോയിങ് ടു ദ ക്വസ്റ്റ്യൻസ് ആൻഡ് ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻസ്, യു മേ ബി നോയിങ് ദ ആൻസേഴ്സ്. സോ ദർ മേ നോട്ട് ബി മച്ച് നീഡ് ടു റീഡ് ദ എസ് എ. കാരണം നമ്മൾ പണ്ട് ഈ 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എസ് എ കിട്ടും. അതിൽ നിന്ന് ഉത്തരങ്ങൾ ഇങ്ങനെ കണക്കാക്കിയിട്ട് ഈ ഉത്തരം ഇവിടെ ഉണ്ട്, ഈ ഉത്തരം മാർക്ക് ചെയ്ത് അങ്ങനെയൊന്നും എഴുതാൻ നമുക്ക് പറ്റില്ല. ഇതിൽ നിങ്ങൾക്ക് ക്ലൂസ് മാത്രമാണ് തരുന്നത്. സി ദർ വിൽ ബി സം ഐഡിയാസ് യു ക്യാൻ ജനറേറ്റ് ഫ്രം ദ എസ് എ, ബട്ട് യു മേ നോട്ട് ബി ഗെറ്റിംഗ് കോൺക്രീറ്റ് ആൻസേഴ്സ് ഓൺ ദ എസ് എ. സോ വാട്ട് യു നീഡ് ടു ഡു ഈസ് ലൈക്ക് ഹാവ് എ ലുക്ക് ഓൺ ടു ദാറ്റ്, ഹാവ് എ ലുക്ക് ഓൺ ടു ദ ഫസ്റ്റ് 2-3 lines to understand that actually what area they are going to discuss. Then directly go to the questions and understand the questions first. And whichever the questions you know direct answers, you write direct answers. And if you want some support from the paragraph and go to the paragraph and ഒരൊറ്റ ഓട്ടത്തിൽ വായിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഒരു ഉത്തരം കിട്ടും. എസ് എ ക്വസ്റ്റ്യൻസ് ഭയങ്കര സ്കോറിംഗ് ആയിരിക്കും. കാരണം സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് എസ് എയിൽ ചോദിക്കുക. കാരണം എന്താണ്, അത് ഡബിൾ കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന് അവർക്ക് തന്നെ അറിയാം. അതായത് നിങ്ങൾക്ക് എസ് എ വായിക്കും, നിങ്ങൾ അതിന് ക്വസ്റ്റ്യൻ വായിക്കും, അതുകൊണ്ട് തന്നെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കില്ല. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് എസ് എ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. സോ എസ് എ ഈസ് വൺ ഓഫ് ദ ഏരിയ വെർ യു നീഡ് ടു ഫോക്കസ്. സോ പ്ലീസ് take into your mind, actually read the first 2-3 lines of the questions to understand like in what area it is going to discuss, like constitution ആണോ, jurisprudence ആണോ, അല്ലെങ്കിൽ IBC ആണോ എന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ BNS ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. Then later what you need to do is simply shift your focus into the questions. Say there may be questions which you can answer directly, like direct answer ഉള്ള questions ഉണ്ടാകാം. അങ്ങനെ ഡയറക്റ്റ് ആൻസർ ഉള്ള ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ അത് ഡയറക്റ്റ് ആൻസർ ചെയ്യാം. അങ്ങനെ ഡയറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റൻസിന് ക്ലൂസ് വേണമെങ്കിൽ മാത്രം you read to the essay. സോ 10 മാർക്കിന്റെ എസ് എ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. ദെൻ അതുപോലെ തന്നെ ഹേബിയസ് കോർപ്പസ് 12 മാർക്കിന് ചോദിച്ചിരുന്നു. പിന്നെ ഹേബിയസ് കോർപ്പസ്, റിട്ട് ഓഫ് ഹേബിയസ് കോർപ്പസും ചോദിച്ചിരുന്നു. 2 ക്വസ്റ്റ്യൻ ആണ് ഉണ്ടായിരുന്നത്, 2 മെയിൻ ക്വസ്റ്റ്യൻ ആണ് ഉണ്ടായിരുന്നത്. ഇപ്രാവശ്യം ഞാൻ പ്രതീക്ഷിക്കുന്നത് 12 മുതൽ 18 മാർക്ക് വരെയുള്ള, മിനിമം 12 മാക്സിമം 18 മാർക്ക് വരെ ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതിന്റെ എക്സ്പെക്ടഡ് ടോപ്പിക്സ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഫെഡറൽ ആൻഡ് യൂണിറ്ററി സ്റ്റാറ്റസ്, അതൊരു നോർമൽ ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഏറ്റവും കൂടുതൽ ഫോക്കസ് വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്, നമുക്ക് ഉടനെ വിശ്വസിക്കാവുന്ന ഒരു ഏരിയ ആണത്. അപ്പോൾ ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആണോ യൂണിറ്ററി കോൺസ്റ്റിറ്റ്യൂഷൻ അതിന്റെ ഡിഫറൻസ്, ആർട്ടിക്കിൾ 12, 13, 14, 15, 16 സ്റ്റേറ്റ് ഫ്രീഡം, ഇതൊക്കെയാണ് 12, 13, 14, 15, 16 ഇതിലെ കേസ് ലോസ് ആയിരിക്കാം ഒന്നുകൂടി ഫോക്കസ് ചെയ്യുക. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരില്ലെന്നല്ല, പക്ഷെ കേസ് സ്റ്റഡീസ് ആയിരിക്കും ഇതിനെ ഫോക്കസ് ചെയ്യുന്നത്. ദെൻ ഡോക്ട്രിൻ ഓഫ് സെവറബിലിറ്റി, പഴയ നിയമങ്ങൾ ഉണ്ടെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരികയാണെങ്കിൽ അതിന്റെ എത്രമാത്രം ഭാഗമാണോ കോൺസ്റ്റിറ്റ്യൂഷൻ വയലേഷൻ ആയിട്ട് വരുന്നത് അത് മാത്രം മാറ്റി നിർത്തി ബാക്കിയുള്ള നിയമം നിലനിൽക്കുമെന്നുള്ള സെവറബിലിറ്റി. സിംഗിൾ പേഴ്സൺ ലോ, ഒരു വ്യക്തിയെ ഒരു ക്ലാസ് ആയിട്ട് കണക്കാക്കി നിയമം ഉണ്ടാക്കാമോ എന്നുള്ളത്. ഡോക്ട്രിൻ ഓഫ് വേവർ, ഈ ഫണ്ടമെന്റൽ റൈറ്റ് വേണ്ടെന്ന് വെക്കാമോ. ദെൻ പ്രിവെന്റീവ് ഡിറ്റൻഷന്റെ സേഫ് ഗാർഡ്സ്, ആർട്ടിക്കിൾ 19 റീസണബിൾനെസ് ആൻഡ് റെസ്ട്രിക്ഷൻസ്, അതായത് ആർട്ടിക്കിൾ 19 പ്രകാരം ഫണ്ടമെന്റൽ റൈറ്റിന്റെ എൻജോയ്മെന്റിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ടാകാൻ പാടുമോ, അത് എങ്ങനെയാണ് ഉണ്ടാകേണ്ടത് എന്നുള്ളത്. ദെൻ മൊണോപ്പൊളി റൂൾ കേസ് ബേസ്, ഒരു മൊണോപ്പൊളി റൂള്, അതായത് ട്രേഡ് ബിസിനസ് പ്രൊഫഷൻ. ദെൻ ആർട്ടിക്കിൾ 20, 21 കേസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. ആർട്ടിക്കിൾ 20, 21 പ്രിവെന്റീവ് ഡിറ്റൻഷൻ ഞാൻ ആൾറെഡി പറഞ്ഞതാണ്. ദെൻ അമെൻഡബിലിറ്റി ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്, എങ്ങനെയാണ് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് അമെൻഡബിൾ, അതിന്റെ പ്രൊസീജിയർ. ദെൻ ഓർഡിനൻസ് മേക്കിംഗ് പവർ 123, 213. ലിസ്റ്റ് ആൻഡ് പാർലമെന്റ് പവർ, ഓരോ ലിസ്റ്റുകളും അതിന് മുകളിൽ പാർലമെന്റ് പവറും. ഏതാണ് ഷെഡ്യൂൾ 7, ലിസ്റ്റ് 1, ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് കൺകറന്റ് ലിസ്റ്റ്. Then pith and substance rule. Then G. Chawla versus State of Rajasthan. Pith and substance rule. Colorable legislation. എന്താ കളറബിൾ ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞാൽ വേറൊരു ലിസ്റ്റിലുള്ള ഐറ്റം നമ്മുടെ ലിസ്റ്റിലെ ഐറ്റത്തെ പോലെ കണക്കാക്കി തീരുമാനമെടുക്കുകയാണെങ്കിൽ കളറബിൾ ലെജിസ്ലേഷൻ. ദെൻ റിട്ടുകൾ, ദെൻ ലോ മേക്കിംഗ് പ്രോസസ്. ഇത്രയും ഏരിയാസ് ആണ് ഇതിൽ ഫോക്കസ് ചെയ്യേണ്ടത്. 12 മുതൽ 18 വരെയാണ്. അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അടുത്തത് ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട് ആണ്. ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ടിലെ 3ാമത്തെ ചാപ്റ്ററിൽ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത് 5 മാർക്കിനാണ്. ശരിക്കും സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നത് 5 മാർക്കാണ്. 5 മാർക്കിനാണ് ചോദിച്ചത്. 4 മുതൽ 8 മാർക്ക് വരെയാണ് ഇതിൽ നമ്മൾ ഇപ്രാവശ്യം പ്രതീക്ഷിക്കുന്നത്. എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ വെച്ച് ചോദിക്കുകയാണെങ്കിൽ ഒരു 2 ക്വസ്റ്റ്യൻ ഞാൻ ഇതിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. 2 ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിൽ ചോദിക്കാൻ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ടോപ്പിക് എന്ന് പറയുന്നത് എഫക്ട് ഓഫ് റിപ്പീൽ എന്ന ടോപ്പിക്കാണ് ചോദിച്ചത്. റിപ്പീൽ ചെയ്താലുള്ള എഫക്ട് എന്താണ് എന്നുള്ളതാണ്. ദെൻ ഇനി ഇപ്രാവശ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഫോക്കസ് ചെയ്യുന്നുണ്ട് കോസസ് ഒമിഷൻ റൂള്,
ഗോൾഡൻ റൂൾ ഒക്കെ വളരെ സിമ്പിൾ, ഹെയ്ഡൻ റൂൾ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. എ ജസ്ഡം ജനറീസ് സെയിം സ്പെഷീസ് ഓർ കൈൻഡ്. Then expresso unis est excluso alters. Express mention of something, it means express exclusion of some other thing. Contemporanea exposiso est optima et fortissima in lege. Contemporary exposition ആണ് ദ ബെസ്റ്റ് എക്സ്പോസിഷൻ എന്നുള്ളത്. അതായത് ഒരു നിയമം ഉണ്ടാക്കുന്ന സമയത്ത് നിയമം മനസ്സിലാക്കിക്കൊണ്ട് അവർ ഇന്നായിരുന്നു ആ നിയമം ഉണ്ടാക്കുന്നതെങ്കിൽ എങ്ങനെയാണ്, ഗോൾഡൻ റൂളിന്റെ ഒരു വെറൈറ്റി ആണത്. Then nocitor associates, non-bites associates, nocitor associates. Then 3 ഇന്റേണൽ എയ്ഡ്സ് അത് ഓർമ്മ വയ്ക്കണം. പെർസംഷൻസ് 7 മുതൽ 8 പെർസംഷൻസ് വരെ ഓർത്ത് വെക്കുക. ദെൻ ഒരു ജനറൽ ക്ലോസസ് ആക്ട് പ്രകാരം ഒരാളെ ഒന്നിലധികം പ്രാവശ്യം ശിക്ഷിക്കാൻ പാടുമോ എന്നുള്ളത് ഓർത്ത് വെക്കുക. അതുപോലെ മേ വേഴ്സസ് ഷാൽ ആൻഡ് ജനറൽ വേഴ്സസ് സ്പെസിഫിക് പ്രൊവിഷൻസ്. മേ ആൻഡ് ഷാൽ ഈ 2 വാക്കുകളുടെ ഉപയോഗം ഉണ്ടാകുന്ന ഉള്ള അർത്ഥം. അതുപോലെ തന്നെ ജനറൽ ആൻഡ് സ്പെസിഫിക് അതിന്റെ പ്രൊവിഷൻസ്, അത് ജസ്റ്റ് ഒക്കെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആൻഡ് ഡോക്ട്രിൻ ഓഫ് സബ്സ്റ്റാൻഷ്യൽ കംപ്ലയൻസ് ആൻഡ് സോഷ്യലി ബെനിഫിഷ്യൽ കൺസ്ട്രക്ഷൻ. ഇതിൽ ഈ ഏരിയകളായിരിക്കാം ഇതിന്റെ ഫോക്കസ് ഏരിയകൾ. ഈ ഫോക്കസ് ഏരിയ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് 4 to 8 മാർക്സ് 2 ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ദെൻ അടുത്തത് അഡ്മിനിസ്ട്രേറ്റീവ് ലോ ആണ്. വളരെ ഇത് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ലോ ആക്ച്വലി ഒരു കമ്പനി സെക്രട്ടറിക്ക് ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ വളരെയധികം ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളായിട്ടും അതോറിറ്റികളായിട്ടും നമ്മൾ സംസാരിക്കാറുണ്ട്, ഇന്ററാക്ട് ചെയ്യാറുണ്ട്. അവരോട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണിത്. അവർ അവരുടെ ഇഷ്ടത്തിന് പെരുമാറും. സോ ലേണിംഗ് അണ്ടർ അഡ്മിനിസ്ട്രേറ്റീവ് ലോ ഈസ് നോട്ട് ലൈക്ക് ഒരു ബൈ ദ വേ പഠിച്ചു പോകേണ്ടതല്ല, നിങ്ങൾക്ക് അറിയേണ്ടതാണ്. ലൈക്ക് ഇഫ് ദേ ആർ യൂസിങ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ക്രിപ്ഷൻ ഇൻ എ ഡിസ്ക്രിഷണറി വേ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അതിനെതിരെ കേസ് കൊടുക്കാൻ പറ്റും. എന്തൊക്കെ സൊല്യൂഷൻ ആണുള്ളത് എന്ന് മനസ്സിലാക്കാൻ ഈ നിയമം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിന്ന് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത്. നാച്ചുറൽ ജസ്റ്റിസിന്റെ എക്സെപ്ഷൻ എന്താണ് എന്നുള്ളതാണ് ചോദിച്ചത്. ഈ പ്രാവശ്യം ചോദിക്കുന്നത് നീഡ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ എന്നുള്ള ഒരു ടോപ്പിക് ഉണ്ട്. നീഡ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ ആൻഡ് ജുഡീഷ്യൽ റിവ്യൂ കംപ്ലീറ്റ് വിത്ത് കേസ് ലോ. ജുഡീഷ്യൽ റിവ്യൂവിനെ കുറിച്ചിട്ട് കേസ് ലോ. നാച്ചുറൽ ജസ്റ്റിസ് എക്സെപ്ഷൻസ് ആസ്ഡ് ലാസ്റ്റ് ടൈം, സോ നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്. നാച്ചുറൽ ജസ്റ്റിസിനെ കുറിച്ച് ചോദിക്കാൻ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതാണ്. നാച്ചുറൽ ജസ്റ്റിസ് ചോദിച്ചേക്കാം. ദെൻ ലയബിലിറ്റി ഓഫ് ഗവൺമെന്റ് ഇൻ കോൺട്രാക്റ്റിലെ ഗവൺമെന്റിന്റെ ലയബിലിറ്റി എന്താണ്, റൂൾ അഗെയിൻസ്റ്റ് ബയസിന് അഗെയിൻസ്റ്റ് റൂൾ എന്താണ്, റൂൾ ഓഫ് ലോ എന്താണ് എന്ന് ചോദിച്ചേക്കാം. ഇതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ലോയിലെ എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് എങ്കിൽ. ലോ ഓഫ് ടോർട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത് 5 മാർക്കിനാണ് ചോദിച്ചിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വികാരിയസ് ലയബിലിറ്റി ആണ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഇപ്രാവശ്യം ഞാൻ പ്രതീക്ഷിക്കുന്നത് 2-3 ചെറിയ ക്വസ്റ്റ്യൻസ് ആകാം. 2 മാർക്കിന്റെ 3 ക്വസ്റ്റ്യൻസ് വരാം. അതായത് ഒരു ക്വസ്റ്റിനെ സ്പ്ലിറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ 2 മാർക്കിന്റെ 3 ക്വസ്റ്റ്യൻസ് വരാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 6 മാർക്കിന് ക്വസ്റ്റ്യൻ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് ഡാമിനം സിനെ ഇഞ്ചൂറിയ, ഇഞ്ചുറീസിനെ ഡാമിനം. വികാരിയസ് ലയബിലിറ്റി ഡെഫിനറ്റ്ലി സ്റ്റേറ്റിന്റെ. സ്ട്രിക്റ്റ് ലയബിലിറ്റി ആൻഡ് എക്സെപ്ഷൻസ്. ദെൻ സോവറിൻ ആൻഡ് നോൺ സോവറിൻ ഫംഗ്ഷൻസിന്റെ ഡിഫറൻസ്. മാലീഷ്യസ് പ്രോസിക്യൂഷൻ, ഡിഫാമേഷൻ, ഫാൾസ് ഇംപ്രിസൺമെന്റ്, നെഗ്ലിജൻസ് വിത്ത് കേസ് ലോ. ദെൻ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആൻഡ് ലയബിലിറ്റീസ് അണ്ടർ ടോർട്ട്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നിയമങ്ങളും ടോർട്ടിന്റെ ലയബിലിറ്റികളും. ദെൻ റെമഡീസ് അണ്ടർ ടോർട്ട്. ഇതൊക്കെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ. സിവിൽ പ്രൊസീജിയർ കോഡ് ആണെന്നുണ്ടെങ്കിൽ അടുത്ത ചാപ്റ്റർ സിവിൽ പ്രൊസീജിയർ കോഡാണ്. അതിൽ 5 മാർക്കാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത്. അത് സ്യൂട്ട് ഓൺ ബിഹാഫ് ഓഫ് മൈനർ. ഒരു മൈനർ കേസ് കൊടുക്കുകയാണെങ്കിൽ, മൈനർക്ക് വേണ്ടി കേസ് കൊടുക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നായിരുന്നു ചോദിച്ചിരുന്നത്. ഈ പ്രാവശ്യം പ്രതീക്ഷിക്കുന്നത് അതേപോലെ ഒരു 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുന്നു. ഈ ജൂറിസ്ഡിക്ഷനെ കുറിച്ച് ജഡ്ജ്മെന്റ് വേഴ്സസ് ഡിഗ്രി, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ജഡ്ജ്മെന്റ് ആൻഡ് ഡിഗ്രി. ദെൻ പ്ലേസ് ഓഫ് സ്യൂയിങ്, സമ്മൺസ് കേസ്, അപ്പീലബിൾ ഓർഡേഴ്സ്, സെറ്റ് ഓഫ് ഇക്വിറ്റബിൾ ആൻഡ് ലീഗൽ സെറ്റ് ഓഫ്, സമ്മറി പ്രൊസീജിയർ ആൻഡ് സമ്മറി ജഡ്ജ്മെന്റ്. സമ്മറി പ്രൊസീജിയറും സമ്മറി ജഡ്ജ്മെന്റ് തമ്മിലുള്ള വ്യത്യാസം. ദെൻ മിസ്ജോയിന്റർ ആൻഡ് നോൺ ജോയിന്റർ. റെമഡീസ് ടു ഡിഫെൻഡ് അഗെയിൻസ്റ്റ് എക്സ് പാർട്ടി ഡിഗ്രി. ഒരു എക്സ് പാർട്ടി ഡിഗ്രി ഉണ്ടായാൽ അതെങ്ങനെയാണ് നമ്മൾ ഡിഫെൻഡ് ചെയ്യേണ്ടത്. റെമഡീസ് ടു ഡിഫെൻഡന്റിന് എന്തൊക്കെ റെമഡീസ് ആണുള്ളത്. ആൻഡ് ഡിസ്കവറീസ് ആൻഡ് ഇൻട്രോഗേഷൻസ് അടുത്തൊരു ടോപ്പിക്കാണ്. അപ്പീൽ ആൻഡ് ടൈപ്പ്. റെഫറൻസ്, റിവിഷൻ, റിവ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെസ് ജുഡിക്കേറ്റ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഹെറന്റ് പവേഴ്സ് ഓഫ് ദി കോർട്ട്. റെസ് ജുഡിക്കേറ്റയും റെസ് സബ്ജുഡൈസ് ഒക്കെ സെക്ഷൻ 10-11 ആണ്. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചാപ്റ്റർ 7 ക്രിമിനൽ പ്രൊസീജിയർ കോഡ്, അതായത് BNS അല്ലെങ്കിൽ BNSS എന്ന് പറയുന്ന ഏരിയ. ഇതിൽ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത് 10 മാർക്കാണ്. കമ്മ്യൂണിറ്റി സർവീസും അത് ഏതൊക്കെ കേസുകളിലാണ് അതൊരു ശിക്ഷയായി കൊടുക്കാൻ സാധിക്കുക എന്നുള്ളത്. അതുപോലെ കോർപ്പറേറ്റ് ബോഡികളെ എങ്ങനെയാണ് സമൻ ചെയ്യുക എന്നുള്ളതുമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിരുന്നത്. ഇപ്രാവശ്യവും ഞാൻ പ്രതീക്ഷിക്കുന്നത് സെയിം ഒരു 10 മാർക്ക് തന്നെയാണ് ഞാനിവിടെ പ്രതീക്ഷിക്കുന്നത്. ഇതിൽ ഒരു കേസസ് പ്രിപ്പറേഷൻ, ഏതൊക്കെ കേസുകളിലാണ് പ്രിപ്പറേഷൻ പണിഷബിൾ ആയിട്ടുള്ളത്.
അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ കേസസ് പണിഷബിൾ വിത്ത് ഡെത്ത്, മരണശിക്ഷ വധശിക്ഷ കൊടുക്കാവുന്ന കേസുകൾ ഏതൊക്കെയാണ്, മെൻസറിയ അതിൻ്റെ എക്സെപ്ഷൻസ് നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ദെൻ എന്താണ് ഒരു കോടതിക്ക് സെന്റൻസ് പാസ്സാക്കാൻ അധികാരങ്ങൾ, ഓരോ കോടതിയുടെയും അധികാരങ്ങളെ കുറിച്ച് 2 വർഷം 5 വർഷം 7 വർഷം അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ അത്. ദെൻ ടൈപ്സ് ഓഫ് എന്താണ് ഇൻഹറന്റ് പവേഴ്സ് ഓഫ് ഹൈക്കോർട്ട് വിത്ത് കേസ്, ഹൈക്കോടതിയുടെ ഇൻഹറന്റ് പവേഴ്സ് ഒരു കേസിലോ വെച്ച് മനസ്സിലാക്കേണ്ടി വരും. ഏതൊക്കെ കേസിലാണ് വാറണ്ട് ഇല്ലാണ്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റുക, അറസ്റ്റിന്റെ പ്രൊസീജിയർ എന്താണ്, പ്രൊക്ലമേഷൻ അറ്റാച്ച്മെന്റ് എന്താണ്, ആന്റിസിപ്പേറ്ററി ബെയിൽ എന്തായിരിക്കാം, ലിമിറ്റേഷൻ പീരിയഡ്, കമൻസ്മെന്റ്, എക്സ്ക്ലൂഷൻ ഓഫ് ടൈം വിത്ത് കേസസ്, റോബറി ആൻഡ് ഡക്കൈറ്റി, തെഫ്റ്റ് ആൻഡ് എക്സ്റ്റോർഷൻ, ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷൻ വിത്ത് കേസസ്, ദെൻ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് വിത്ത് കേസസ്, ചീറ്റിംഗ് വിത്ത് കേസസ്, dishonest or fraudulent removal of concealment of property to prevent distribution among creditors. സെക്ഷൻ 320 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഏരിയ നമ്മുടെ കമ്പനി ലോയുമായി ബന്ധപ്പെട്ടതാണ്, അതുകൊണ്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഫോർജറി വിത്ത് കേസ് ലോ, എക്സെപ്ഷൻ ടു ഡിഫാമേഷൻ, റൈറ്റ് ടു പ്രൈവറ്റ് ഡിഫൻസിനുള്ള നിങ്ങളുടെ അവകാശം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു 20 ടോപ്പിക്കുകളാണ് ഇതിൽ പഠിക്കേണ്ടത്. ഇതൊരു പുതിയ നിയമമാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് 4 or 5 ക്വസ്റ്റൻ ആയിട്ടായിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ കേസ് ലോസ് ആണെങ്കിൽ 2 or 3 കേസ് ലോസ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്ററാണ് ബി എൻ എസ് പഠിക്കുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്കുകൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്ത് ഒന്ന് ഓടിച്ച് മനസ്സിലാക്കുക. നിങ്ങൾ ഈ എക്സ്പെക്ടഡ് ഷീറ്റ് ഉപയോഗിച്ച് പഠിക്കുന്ന സമയത്ത് ഒരിക്കലും നോട്ട് ഉപയോഗിച്ച് പഠിക്കരുത്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിച്ച് വേണം പഠിക്കാൻ. എങ്കിലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് കണ്ടെത്തുന്നതിന് മുമ്പുള്ള ടോപ്പിക്ക് കാണുന്നതിനും അതിനുശേഷമുള്ള ടോപ്പിക്ക് കാണുന്നതിനും അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആ ടോപ്പിക്കിനെ കുറിച്ച് ഒരു ജനറൽ അണ്ടർസ്റ്റാൻഡിങ്, ഈ ടോപ്പിക്കിനെ ചോദിക്കാൻ ഞാനല്ലോ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടുള്ളത്. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും ഇതിന്റെ സൈഡിൽ നിൽക്കുന്ന ഏതെങ്കിലും ടോപ്പിക്കുകൾ ചോദിച്ചേക്കാം. അപ്പോൾ എന്താ ഉണ്ടാവുക, നമ്മൾ ഈ ഒരു ടോപ്പിക്ക് വായിക്കാൻ വേണ്ടി ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ അതിന് തൊട്ട് മുമ്പത്തെ ടോപ്പിക്കും ശേഷമുള്ള ടോപ്പിക്കും അറിയാതെ തന്നെ നമ്മളൊന്ന് വായിച്ചു പോകാൻ സാധ്യതയുണ്ട്. ആ ഒരു സാധ്യതയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തത് BSA ആണ്, എവിഡൻസ് ആക്ട്. അത് 5 മാർക്കിനാണ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത്. ഞാൻ ഈ പ്രാവശ്യം ഒരു 6 മുതൽ 8 മാർക്ക് വരെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ ലോജിക്കൽ റിലവൻസി ആൻഡ് ലീഗൽ റിലവൻസി വളരെ ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത് ഹാൻഡ് റൈറ്റിംഗ് എക്സ്പേർട്ടിനെ അപ്പോയിന്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണെങ്കിൽ ലോജിക്കൽ റിലവൻസി ആൻഡ് ലീഗൽ റിലവൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ 4, 5, 6, 7, 9 അത് സെക്ഷൻ 4, 5, 6, 7, 9 BSAയുടെ അത് നോക്കണം. ദെൻ ഫാക്ട്സ് ആൻഡ് റിലവൻറ്റ് ഫാക്ട് ആൻഡ് ഇഷ്യൂ ഇത് ചോദിക്കാം. അഡ്മിഷൻ ആൻഡ് കൺഫെഷൻ, ജുഡീഷ്യൽ ആൻഡ് എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻ, ഇത് രണ്ടും നമ്മൾ നോക്കേണ്ടതാണ്. കൺഫെഷൻ നോക്കുമ്പോൾ ഒരു പോലീസ് ഓഫീസറുടെ മുമ്പിലും കോടതിയുടെ മുമ്പിലും നടക്കുന്ന കൺഫെഷനെ കുറിച്ച്, അഡ്മിഷനും കൺഫെഷൻ വ്യത്യാസങ്ങളെ കുറിച്ച്, ആരൊക്കെയാണ് വിറ്റ്നസ്സായി വിളിക്കാൻ സാധിക്കാതിരിക്കുക, ഏതൊക്കെ ഫാക്ടുകൾക്കാണ് എവിഡൻസ് കൊടുക്കാൻ പാടില്ല, പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷൻ, ദെൻ ഓറൽ എവിഡൻസ് എങ്ങനെയായിരിക്കണം, ഡയറക്റ്റ് ആയിരിക്കണം എന്നുള്ള ഏരിയ, ദെൻ പ്രൈമറി എവിഡൻസ് ആൻഡ് സെക്കൻഡറി എവിഡൻസിനെ കുറിച്ച് നോക്കുക, പ്രിൻസിപ്പിൾ ഓഫ് എസ്റ്റോപ്പൽ വിത്ത് കേസ് ലോ, ദെൻ ഒരു ഇലക്ട്രോണിക് എവിഡൻസ് എങ്ങനെയാണ് കോടതിയിൽ അഡ്മിറ്റ് ചെയ്യുന്നത് എന്ന ഏരിയയും പഠിക്കുക. ഇതൊക്കെ ഇത്രയും ചാപ്റ്റർ പഠിക്കുമ്പോൾ തന്നെ ആൾമോസ്റ്റ് നിങ്ങളുടെ പാസ്സാകാനുള്ള മാർക്ക് ആയിട്ടുണ്ട്, അതിനെക്കാട്ടിലും മാർക്കായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ആണ്. 10ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ നോക്കുമ്പോൾ ലോ ഓഫ് ലിമിറ്റേഷൻ ആക്ട് ആണ്. 5 മാർക്കിനാണ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത്. ഞാൻ ഇപ്പോഴും അതിൽ ഡോക്ടർ ഓഫ് സഫിഷ്യന്റ് കോഴ്സ് ആണ് ചോദിച്ചിരുന്നത്. ഞാൻ വിചാരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ, ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, 4 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കാം ഇതിലുണ്ടാവുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതിൽ A law does not extinguish the right, it bars the remedy in court. കോടതിയിലൂടെയുള്ള റെമഡി മാത്രമാണ് ഇല്ലാതാക്കുന്നത്, നിങ്ങൾക്കുള്ള സൊല്യൂഷൻ കിട്ടാനുള്ള അവകാശം ഇല്ലാതാകുന്നില്ല എന്ന ഏരിയ പഠിക്കുക. അതതിൻ്റെ ഇമ്പോർട്ടൻസ് ഓഫ് ലിമിറ്റേഷൻ ആക്ട് ആണ് പറയുന്നത്. ദെൻ സെക്ഷൻ 6, 7, 8 പഠിക്കുക, സെക്ഷൻ 9 പഠിക്കുക. ദെൻ പീരീഡ് ഓഫ് ലിമിറ്റേഷൻ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്, സെക്ഷൻ 18, സെക്ഷൻ 19 പഠിക്കുക. ലിമിറ്റേഷൻ ആൻഡ് റിട്ട് ഇവായി ടോപ്പിക്കുകൾ നോക്കുക. ദെൻ റിട്ടിനുള്ള ലിമിറ്റേഷൻസ്, ദെൻ പീരീഡ് ഓഫ് ലിമിറ്റേഷൻ്റെ ജനറൽ ക്ലാസിഫിക്കേഷൻ ഒന്ന് ഓടിച്ച് മനസ്സിലാക്കി വെക്കുക. ചാപ്റ്റർ 11 ഈ ബുക്കിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററുകൾ ഒന്നാണ്. കോൺസ്റ്റിറ്റ്യൂഷനെ പോലെ തന്നെ അല്ലെങ്കിൽ BNS പോലെ തന്നെ ആർബിട്രേഷൻ ആൻഡ് കൺസീലിയേഷൻ ആക്ട് 10 മാർക്കിന് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിരുന്നു. ഒരു ആർബിട്രേഷൻ ആക്ട് പ്രകാരമുള്ള ഇന്ററിം മെഷേഴ്സ് എന്തൊക്കെയാണ്, അതുപോലെ ഫോറിൻ അവാർഡിനെ നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പോസ് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചിരുന്നു. അതിൽ ഈ 2 ഏരിയയിൽ നിന്ന് 10 മാർക്കിന് ചോദിച്ചിരുന്നെങ്കിൽ ഇപ്രാവശ്യം ഞാൻ പ്രതീക്ഷിക്കുന്നത് 12 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 12 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 3 or 4 ക്വസ്റ്റ്യൻസ് ആയിട്ട് ഉണ്ടായേക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ essay ക്വസ്റ്റ്യൻ തന്നെ ഇതിന് ചോദിക്കാനുള്ള സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. ഇതിൽ ആർബിട്രൽ അവാർഡ് ആണ് ഒരു ഏരിയ. പിന്നെ ഇന്ററിം മെഷേഴ്സ് ആസ് യൂഷ്വൽ ചോദിക്കാവുന്നതാണ്. ആർബിട്രേറ്റർ എങ്ങനെയാണ് അപ്പോയിന്റ് ചെയ്യുന്നത്, ദെൻ ഗ്രൗണ്ട്സ് ഓഫ് ചലഞ്ച് ആൻഡ് പ്രൊസീജിയർ ചോദിച്ചേക്കാം. പ്ലേസ് ഓഫ് ആർബിട്രേഷൻ കേസിലോ വെച്ച് ചോദിച്ചേക്കാം, അത് ഭുവനേശ്വർ, മദ്രാസ് അങ്ങനത്തെ കേസിലോ വെച്ച് ചോദിച്ചേക്കാം. ദെൻ കോടതിയുടെ അസിസ്റ്റൻസ് ഇൻ ടേക്കിംഗ് എവിഡൻസ്, ഇനി ഒരു ആർബിട്രേറ്റർക്ക് എവിഡൻസ് എടുക്കുമ്പോൾ കോടതിയുടെ സഹായം തേടാൻ പറ്റുമോ എന്ന ഏരിയ. ദെൻ ആർബിട്രൽ അവാർഡിന്റെ ടൈം പീരിയഡ്,
ആർബിട്രൽ പ്രൊസീഡിംഗ് എപ്പോഴാണ് അവസാനിക്കുന്നത്, ഫാസ്റ്റ് ട്രാക്ക് ആർബിട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, ദെൻ ആർബിട്രേഷൻ അവാർഡ് സെറ്റ് അസൈഡ് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്, ദെൻ എന്താണ് ആർബിട്രേഷൻ കൗൺസിലിനെ കുറിച്ച്, ഒരു ഫോറിൻ അവാർഡ് എങ്ങനെയാണ് എൻഫോഴ്സ് ചെയ്യേണ്ടതിനെ കുറിച്ച്, പിന്നെ ഈ എന്താണ് കൺസീലിയേഷനും മീഡിയേഷനും ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. അത് ജനറൽ ആയിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതിയായിരിക്കും. അടുത്തത് 14ാമത്തെ ചാപ്റ്ററാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൽ കഴിഞ്ഞ പ്രാവശ്യം 5 മാർക്കിനാണ് ചോദിച്ചത്. അതായത് ഇൻഫർമേഷൻ കമ്മീഷണറെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായിട്ട് അപ്പോയിന്റ് ചെയ്യാമോ എന്നൊരു ചോദ്യമാണ് ചോദിച്ചത്. ദെൻ എന്താണ് ഇപ്രാവശ്യം ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ്. ഇതിന് ഒരു പബ്ലിക് അതോറിറ്റിയുടെ ഒബ്ലിഗേഷൻ എന്താണ്, ഒരു റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം ഇൻഫർമേഷൻ കിട്ടാനുള്ള ടൈം ലിമിറ്റ് എന്താണ്, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ ഡ്യൂട്ടീസ് എന്താണ്, ഇൻഫർമേഷൻ കമ്മീഷൻ എന്താണ് ഇത് ആൾറെഡി ചോദിച്ചിട്ടുള്ളതാണ്, പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ള, പക്ഷെ ചോദിച്ചേക്കാം, ഒന്ന് നോക്കി വെച്ചോളൂ. Appellate authorities and the time limit to file an appeal and exemption from disclosure under the act. ഏതൊക്കെ കാര്യങ്ങൾ ഇൻഫർമേഷൻസ് ആണ് ഇതിന് കൊടുക്കാൻ പറ്റാത്തത് എന്നുള്ളത്. അടുത്തത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ആണ്. വെർച്വൽ മീറ്റിംഗ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ഇത് ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. SPDI റൂൾസ് എന്താണെന്നായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിരുന്നത്. ഇപ്രാവശ്യം ഞാൻ പ്രതീക്ഷിക്കുന്നത് ഡിജിറ്റൽ സിഗ്നേച്ചർ 7 മാർക്കാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയ എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചർ, ഇലക്ട്രോണിക് സിഗ്നേച്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഈ ഡോക്യുമെന്റ്സ് എങ്ങനെയാണ് അട്രിബ്യൂട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഡിസ്പാച്ച് ചെയ്യേണ്ടത്, ഇലക്ട്രോണിക് റെക്കോർഡ്സ് എങ്ങനെ സെക്യൂർ ചെയ്യാൻ പറ്റും, നെറ്റ്വർക്ക് സർവീസ് പ്രൊവൈഡറുടെ ലയബിലിറ്റീസ് എന്തൊക്കെയാണ്, ഇലക്ട്രോണിക് സിഗ്നേച്ചർ എങ്ങനെയാണ് കിട്ടുന്നത്, അതിന്റെ പ്രൊസീജിയർ എന്താണ്, ദെൻ ഈ ഡിജിറ്റൽ സിഗ്നേച്ചർ എങ്ങനെയാണ് സസ്പെൻഡ് ചെയ്യുന്നത്, റിവോക്ക് ചെയ്യുന്നത്, കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസും പെനാൽറ്റിയും എന്താണ്, എക്സംഷൻ ഫ്രം ലയബിലിറ്റി ഓഫ് ഇന്റർമീഡിയറി ഇൻ സർട്ടൻ കേസസ്, ദെൻ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പ്രകാരമുള്ള പണിഷ്മെന്റ് എന്തിനാണ്, ഒരു ഈ ഇൻഫർമേഷൻ കറക്റ്റായിട്ട് കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ റെക്കോർഡുകൾ മെയിൻറ്റെയിൻ പരാജയപ്പെടുകയാണെങ്കിൽ എന്ത് പെനാൽറ്റി കിട്ടാൻ സാധ്യതയുണ്ട്. ഈ ലാസ്റ്റ് പറഞ്ഞ ടോപ്പിക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക് ആയിരിക്കും. ചാപ്റ്റർ 16 കോൺട്രാക്ട് ആക്ട് ആണ്. കോൺട്രാക്ട് ആക്ടിൽ പക്ഷേ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ആക്ടാണ്. ചോദിക്കാൻ തീരുമാനിച്ച കാരണം എന്താ വെച്ചാൽ ഈ വർഷം കഴിഞ്ഞ പ്രാവശ്യം 5 മാർക്കിനാണ് ചോദിച്ചത്. പക്ഷേ ഞാൻ ഈ പ്രാവശ്യം പ്രതീക്ഷിക്കുന്നത് 8 മുതൽ 10 മാർക്കിന് ചോദിക്കുമെന്നാണ്. കാരണം ഇവിടെ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് അല്ലെങ്കിൽ സ്പെസിഫിക് റിലീഫ് ആക്ട്, സ്റ്റാമ്പ് ഡ്യൂട്ടി, രജിസ്ട്രേഷൻ ഇതൊക്കെ നമുക്ക് വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കാരണം ചിലപ്പോൾ ഈ പുതിയതായിട്ട് കൊണ്ടുവന്ന ഈ ടോപ്പുകൾ ഫോക്കസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഒരു 8 മുതൽ 10 മാർക്ക് വരെ നമുക്ക് കോൺട്രാക്ട് ആക്ട് എന്ന് പ്രതീക്ഷിക്കാം. ദെൻ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത് ഈ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് എഗ്രിമെന്റ് ഇൻ രജിസ്റ്റർ ഓഫ് ട്രേഡ് എന്ന് പറയുന്ന അതാണ് കോൺട്രാക്ടിനെ റിലേറ്റ് ചെയ്ത് ചോദിച്ചത്. പക്ഷേ ഈ പ്രാവശ്യം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ടോപ്പിക് കണ്ടിൻജന്റ് കോൺട്രാക്ട് എന്താണ്, കൺസിഡറേഷൻ എന്താണ്, പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട് എന്താണ്, സെക്ഷൻ 25 പഠിക്കണം, മിസ്റ്റേക്ക് മുഴുവനായിട്ടും പഠിച്ചു വെക്കുക, ഫ്രോഡ്, മിസ്റെപ്രസെന്റേഷൻ, എഗ്രിമെന്റ് ഇൻ രജിസ്റ്റർ ഓഫ് ട്രേഡ് എപ്പോഴാണ് വാലിഡ് ആകുന്നത്, കോസി എഗ്രിമെന്റ് ഇൻ രജിസ്റ്റർ ഓഫ് ട്രേഡ് എന്നൊക്കെ പറഞ്ഞാൽ ആ നോക്കിയുടെയും റിലയൻസിന്റെ ഒക്കെ എക്സാമ്പിൾ എഴുതാം. Then quasi contract, quantum merit, discharge of contract, indemnity and guarantee, discharge of surety, bailment, finder of lost goods, pledge by non-owners, implied agencies, പ്രിൻസിപ്പലിന്റെ ഉത്തരവാദിത്തം, തേർഡ് പാർട്ടീസിന്റെ വികാരിയസ് ലയബിലിറ്റി, ഈ കോൺട്രാക്റ്റുകൾ, സ്റ്റാൻഡിംഗ് ഓർഡർ, ഡിസ്ചാർജ് ബൈ ഇമ്പോസിബിലിറ്റി, ഡോക്ട്രിൻ ഓഫ് കവറ്റംപ്റ്റ്, കുറേയധികം ടോപ്പിക്കുകൾ കവർ ചെയ്യണം. കാരണം നമുക്ക് ഇതിൽ ഈ കോൺട്രാക്റ്റിന്റെ ഒക്കെ ബേസിക് ഐറ്റംസ് ഒക്കെ നമ്മൾ +2-നും CSCTക്കും ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. പിന്നെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിഗ്രി പഠിച്ചവരാണ്, ഡിഗ്രിയിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഫോക്കസ് പലപ്പോഴും എന്തായിരിക്കും, സെക്കൻഡ് പാർട്ടിലായിരിക്കും. അതായത് ഈ എന്താണ് ഇൻഡെംനിറ്റി, ഗ്യാരണ്ടി, ഷുവർട്ടി, ബെയിൽമെന്റ്, ലോസ്റ്റ്, ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ്, ഈ ഏരിയയിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഏരിയകൾ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കാം. ഇനി ഈ എന്താണ് എക്സ്പെക്ടഡ് ഷീറ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ, ടെലിഗ്രാം ചാനൽ നിങ്ങൾക്ക് എന്നെ എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യാം. ആ ടെലിഗ്രാം ചാനൽ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ അവസാനത്തെ ചാപ്റ്ററാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട്. ഇതിലും ഞാൻ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം 5 മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ പ്രാവശ്യം ഡെഫിനറ്റ് ആയിട്ടും കൂടുതലുണ്ടാകാൻ സാധ്യതയുണ്ട്. 8 മുതൽ 10 മാർക്ക് വരെ പ്രതീക്ഷിക്കുന്നുണ്ട്. സെക്ഷൻ 138 ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത്. അതായത് ഈ ചെക്ക് ബൗൺസിങ്ങിന്റെ കേസുകൾ. ഈ പ്രാവശ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇൻലാൻഡ് ആൻഡ് ഫോറിൻ ഇൻസ്ട്രുമെന്റ് എന്താണ്, ആംബിഗ്വസ് ഇൻചാവേർട്ട് ഇൻസ്ട്രുമെന്റ് എന്താണ്, അക്കോമഡേഷൻ ബിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ദെൻ ബാങ്കർ എപ്പോഴാണ് പേയ്മെന്റ് റിഫ്യൂസ് ചെയ്യേണ്ടത്, ഫോർജ്ഡ് എൻഡോഴ്സ്മെന്റ് എന്താണ്, ക്രോസിംഗ് എന്താണ്, അതിന്റെ ഡീറ്റെയിൽസ്, മെച്യൂരിറ്റി എന്താണ്, ഹോൾഡർ ആൻഡ് ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് എന്താണ്, ആക്സെപ്റ്റൻസ് ഫോർ ഹോണർ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്താണ് പറയുന്നത്, ദെൻ എപ്പോഴാണ് ഒരു പേയ്മെന്റിന് വേണ്ടി നമ്മൾ പ്രസന്റ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് പ്രസന്റ് ചെയ്തില്ലെങ്കിലും അത് എക്സ്ക്യൂസ് ചെയ്യപ്പെടുന്നത്, അതുപോലെ തന്നെ വെൻ നോട്ടീസ് ഓഫ് ഡിസോണർ ഇസ് നോട്ട് റിക്വയർഡ്, നോട്ടിംഗ് വേഴ്സസ് പ്രൊട്ടസ്റ്റ്, NEFT, RTGS, മെറ്റീരിയൽ ആൾട്ടറേഷൻ, ഇതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏരിയാസ്.
JIGL നമുക്ക് ഡെഫിനറ്റ് ആയിട്ടും 4-5 ചാപ്റ്റർ മാത്രമാണ് നമുക്ക് ഭയങ്കര സ്ട്രോങ് ചാപ്റ്റർ എന്ന് പറയാൻ പറ്റുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വളരെ റിലവൻ്റ് ആയിട്ട് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. ഈ എക്സ്പെക്ടഡ് ഷീറ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിലുണ്ട്. ദെൻ അടുത്തത് നമുക്ക് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയുള്ളത് BNS ആണ്. BNS കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടാൻ സാധ്യതയുള്ള ചാപ്റ്റേഴ്സ് പിന്നെ ആർബിട്രേഷൻ കൺസിലേഷൻ ആക്ട് ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ സാധ്യതയുള്ളത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സും അതുപോലെ തന്നെ കോൺട്രാക്ട് ആക്റ്റുമാണ്. അപ്പോൾ ഈ ചാപ്റ്ററുകൾ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് പഠിക്കുക. ബാക്കിയുള്ള ചാപ്റ്റർ എല്ലാം പഠിക്കുക. ഒരു ചാപ്റ്റർ പോലും വിടാതെ പഠിക്കുക. വിടാതെ പഠിച്ചാൽ നിങ്ങൾ തോൽക്കും. വിടാതെ പഠിച്ചാൽ പാസ്സാവും. വിട്ടു പഠിച്ചാൽ തോൽക്കും, ഉറപ്പാണ്. അപ്പോൾ ഞാൻ ജൂറിസ്പ്രുഡൻസിന്റെ എക്സ്പെക്ടഡ് ഷീറ്റാണ് ഞാൻ പറഞ്ഞത്, എക്സ്പെക്ടഡ് ടോപ്പിക്സ് ആണ് ഞാൻ പറഞ്ഞത്. ഇത് കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ നമ്മൾ നോക്കിയപ്പോൾ നമുക്കൊരു 70 to 80% ക്വസ്റ്റ്യൻസ് ഈ ഏരിയകളിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു കോൺഫിഡൻസിലാണ് നമ്മളിത് തരുന്നത്. സോ ഡെഫിനറ്റ്ലി ഇതൊരിക്കലും എന്തല്ല, ഇറ്റ് ഈസ് നോട്ട് ദ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ലേണിംഗ് ഫ്രം ദ ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, സോ ഇറ്റ് വാസ് എ പ്ലഷർ ഗിവിംഗ് ദിസ് ഇൻഫർമേഷൻ ടു യു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങളുടെ ഒപ്പം പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് അയച്ചു കൊടുക്കും. ലെറ്റ് ദം ആൾസോ യൂസ് ഇറ്റ്. So this is Rajiv. അടുത്തൊരു വീഡിയോ വരേക്കും. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.